കല്ലുതാ നല്ല ഉറക്കത്തിലാണ്. ഇന്ന് സൺഡേ ആണല്ലോ. സൺഡേ പിന്നെ അവളെ കൂടെ അവളെ അച്ഛനുള്ളതുകൊണ്ട് അവൾ തീരെ ഉറങ്ങൂല. അപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങാത്ത ഈ ഉറക്ക് വൈകുന്നേരം ഒരു സന്ധ്യ ആയേരെ 7 മണിക്ക് ശേഷമായിട്ട് അവൾ ഈ കിടന്ന് ഉറങ്ങുന്നത്. ഇങ്ങനെ ഉറങ്ങി എനിക്ക് തന്നെയാണ് പണി കിട്ടുകയെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ അവളെ കുത്തി എണീപ്പിക്കുന്നത്. പക്ഷെ അവളെ എത്ര ഇതാക്കിയിട്ട് അവൾ എണീക്കുന്നില്ല കേട്ടോ. എനിക്ക് അവളെ ഇങ്ങനെ എണീപ്പിക്കുമ്പോൾ എനിക്ക് പാവം തോന്നുന്നുണ്ട്. ഈ ഉറങ്ങുന്ന സമയത്ത് ഞാൻ അവളെ ഇതാക്കുകയാണല്ലോ. പക്ഷേ എന്താ, ഇവൾ എണീറ്റിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് തന്നെയാണല്ലോ പണി കിട്ടുക. അതുകൊണ്ട് ഞങ്ങൾ വേഗം വിളിച്ച് എണീപ്പിക്കുകയാണ്. അങ്ങനെ എണീറ്റരെ ഭയങ്കര വാശിട്ടോ, നിർത്താതെ കരച്ചിൽ. ഞാൻ കുറേ സാധനമൊക്കെ കൊടുത്തു നോക്കി, പക്ഷെ ഒന്നും കഴിക്കുന്നില്ല. അങ്ങനെ ഏട്ടൻ പറഞ്ഞാവാ പുറപ്പെട്, നമുക്ക് പുറത്ത് പോകാമെന്ന്. പുറത്ത് പോകാന്ന് വെച്ചാൽ കല്ലൂന് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അന്നപ്പോഴും കരച്ചിലൊക്കെ മാറ്റി ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് അവളെ കൊണ്ടുപോയതാണ്. ഇന്ന് ശിവരാത്രി ആണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ പുതിയാപ്പയ്ക്ക് വിട്ടതാണ്. അപ്പോൾ അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം മക്കളെ പരിപാടിയാണ് ഗ്രൗണ്ടിൽ നടക്കുന്നത്. പിന്നെ ഇവിടെ DJ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതൊക്കെ കണ്ടിട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ നേരെ ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. എന്നപ്പോൾ ഇതാ മക്കൾ ഗ്രൂപ്പ് ഡാൻസൊക്കെ കളിക്കുന്നത്. അപ്പോൾ ഞാനിത് കല്ലൂനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ ഇരുന്ന് കാണുന്നൊക്കെ ഉണ്ട്. അവൾ ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. അവളെ അങ്ങനെയൊന്നും ഇങ്ങനത്തെ പ്രോഗ്രാമിന് ഇതുവരെ ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല. പിന്നെ ഒന്നാമത് ഞാനിവിടെ അധികം ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഉത്സവ സീസണിലൊക്കെ ഞാൻ അധികം എൻ്റെ വീട്ടിലായിരിക്കും. ഇപ്പോഴാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അന്നേരം ഏട്ടനും ലോക്കായി. ഞങ്ങളുള്ളതുകൊണ്ട് ഉത്സവത്തിനൊന്നും പോകാനും പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ നേരെ മുമ്പിൽ ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ നേരെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ആണെച്ചാൽ മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവളെ മങ്കിത്തൊപ്പിയൊക്കെ ഇടിയിപ്പിച്ച് നിർത്തിയതാണ്. അവളെന്തോ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇവളാണെച്ചാൽ വേറൊരു കാര്യം കേട്ടോ, മണ്ണിലൊന്നും ഇരിക്കൂല. ഈ പുല്ലൊക്കെ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞ ആ പുല്ലിൻ്റെ മുകളിൽ ഇരുന്നോ പറഞ്ഞിട്ട് ഇരിക്കുന്നില്ല. അത് എൻ്റെ മടി തന്നെ കയറി ഇരിക്കുള്ളൂ കേട്ടോ. കുറച്ച് വൃത്തിയുള്ള കൂട്ടത്തിലാണ്. ഭയങ്കര തീരെ മണ്ണിലൊന്നും കളിക്കുകയും ഇതാക്കുകയൊന്നും ചെയ്യൂല. അങ്ങനെ അവൾ ഇരുന്ന് പ്രോഗ്രാം കാണുക. ഞാൻ കുറേ അവളെ വിളിക്കുന്നു. അവളാണെച്ചാൽ പ്രോഗ്രാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കല്ലുവിനെ വിളിച്ചുകൊണ്ട് ഇരുന്നിട്ട് കല്ലു വലിയ മൈൻഡൊന്നുമില്ലേ. പിന്നെ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവൾ അവരെയും നോക്കുന്നുണ്ട്. അവളിൽ കൂടെ മക്കളൊക്കെ ഓടി കളിക്കുന്നുണ്ട്. അവരെയും നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു നീയും ഇറങ്ങി ഓടി കളിച്ചോ എന്നാണ് പറഞ്ഞത്. പക്ഷെ അവൾ ഇങ്ങനത്തെ കുറേ ആൾക്കാരെ കാണുമ്പോൾ ഒന്നും അങ്ങനെ ഇറങ്ങൂലേ. അവൾക്ക് ഭയങ്കര നാണമാണ്. പിന്നെ അതിലൂടെ ഒരു പോപ്കോൺകാരൻ വന്നേരം അത് വാങ്ങിക്കൊടുത്താണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരം അടങ്ങിയിരുന്ന് അവിടെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ അലമ്പാക്കും. അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. ഇവരെ നാട്ടിൽ വന്ന അവർക്കൊരു എൻജോയ്മെൻ്റ് ആണല്ലോ. അവരവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റേജിൽ നിന്ന് പിള്ളേരും കളിക്കുന്നുണ്ട്. പിന്നെ വെടിക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് രാത്രി 2:30 വെടിക്കെട്ടുള്ളത്. അപ്പോൾ അത്രയും നേരം ഇരിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും അത്രയും നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ഇവൾ പിന്നെ അലമ്പാക്കാൻ തുടങ്ങും. കുറച്ച് അലമ്പാക്കിയാൽ ഞങ്ങൾ നേരെ ബീച്ച് സൈഡിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ ആണെച്ചാൽ അവൾക്ക് ബീച്ചൊക്കെ ഭയങ്കര പേടിയാണ്. ചെറുപ്പത്തിലൊക്കെ കാലൊക്കെ നിലത്ത് കുത്തൂല കേട്ടോ. വെള്ളത്തിൽ കാല് പൊന്തിച്ചാളും. ഇപ്പം ഇത് കണ്ടിട്ട് പറയുക വാ പോവാന്ന് പറയുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ പേടി ഇനി എന്നാ മാറുക. ഇനിയിപ്പം വലുതായില്ലേ. ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് ഇറക്കിയതാണ്. പക്ഷെ അവളാണെച്ചാൽ കരച്ചിൽ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി അലമ്പാക്കണ്ട വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പ്രോഗ്രാം സ്ഥലത്തേക്ക് തന്നെ നടക്കുകയാണ്. അങ്ങനെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ നേരെ കയറുമ്പോൾ ഇവിടെ എൻ്റെ ഫേവറേറ്റായ കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മേടിച്ച് അതും കല്ലു കഴിക്കുകയൊക്കെ ചെയ്യട്ടോ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്താണ്. വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം കണ്ടേരം അവളിത് ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങിക്കുക. ഈ ഐസ്ക്രീം കഴിക്കുന്ന ഇപ്പോഴാട്ടോ തുടങ്ങിയ. മറ്റ് ഐസ്ക്രീമൊന്നും അങ്ങനെ കഴിക്കാത്ത കുട്ടിയായിരുന്നു. പിന്നെ രണ്ടാമത് പോപ്കോൺ വാങ്ങിയതാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഇതിൽ കൂടി ഒന്ന് ഓടി നടക്കുന്നത്. ഇത്രയും നേരം കാല് നിരത്ത് കുത്താത്ത കുട്ടിയാണ്. ഇപ്പോഴാണ് കാല് നിരത്തൊന്ന് കുത്തിയത്. പിന്നെ അതിലൂടെയൊക്കെ നിന്ന് ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അങ്ങ് പോന്ന്. ഇതുവരെ ആ DJ പരിപാടി തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ 1 മണി വരെ നിന്ന്. ഇനിയും വൈകുമെന്ന് കേട്ടോണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നതാണ്. ഇതാട്ടോ പുതിയാപ്പ അമ്പലം ലൈറ്റൊക്കെ. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇത്രയും നേരമായിട്ട് കല്ലു ഉറങ്ങിയിട്ടൊന്നുമില്ല.